എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നോക്കിയേ, ഞങ്ങൾ സാധാരണ ഞാൻ ഒരാളായിരിക്കും വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ അച്ഛനുണ്ടാവും. ഇന്ന് കുറേ സഹോസ് നമ്മുടെ കൂടെയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാരപ്പെട്ടി മോളത്ത് പറയുന്നല്ലേ, മോളത്ത് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോസ്, ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആരും മിസ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. നമ്മൾ ക്രിസ്തുമസൊക്കെ ആഘോഷിച്ചു, പുതുവത്സരം ആഘോഷിച്ചു. നമ്മൾ എങ്ങനെ ക്രിസ്തുമസ് ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്ക് മാതൃക നൽകിയ 2-3 സഹോദരങ്ങൾ, നമ്മുടെ സഹോദരല്ല, ഇവരെല്ലാവരും എങ്ങനെ, അതെ, ഇവരെല്ലാവരും ക്രിസ്തുമസ് ആഘോഷിച്ച രീതിയാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ രീതി അനുസരിച്ച് വേണം നമ്മൾ ഇനിയും ക്രിസ്മസൊക്കെ ആഘോഷിക്കാൻ, അല്ലേ? ഒരു വെറൈറ്റി ആയിട്ട് ഇവർ ക്രിസ്മസ് ആഘോഷിച്ചു. സഹോ, ആദ്യം നിങ്ങൾ ഒന്ന് പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? അവിടെ നിന്ന് പറഞ്ഞ് എത്രയല്ലേ പഠിക്കുന്നത്? 9ാം ക്ലാസ്. മിടുക്കി. എൻ്റെ പേര് കൃഷ്ണജിത്ത് KS, പഠിക്കുന്നത് 6ാം ക്ലാസ്. 6ാം ക്ലാസ്, മിടുക്കൻ. എൻ്റെ പേര് രാഗിൻ ബിജു, പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്. എൻ്റെ പേര് ജോമിൻ, പഠിക്കണ മാരപ്പെട്ടി +2. +2. മിടുക്കൻ. എൻ്റെ പേര് അവസർ, ഞാൻ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്. എൻ്റെ പേര് ആദിത്യൻ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നു. എൻ്റെ പേര് ആരിഷ്, ഞാൻ 7ൽ പഠിക്കുന്നു. എൻ്റെ പേര് ജോബി, ഞാൻ 7ൽ പഠിക്കുന്നു. മിടുക്കൻ. അപ്പോൾ ഇനി ഇവർ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ക്രിസ്തുമസിന് നിങ്ങൾ എന്നാ ഇവിടെ കരോളിന് പോയത്? എന്നാ കരോളിന് പോയത്? 21, 23, 24. 21, 23, 24 ദിവസങ്ങൾ ഇവർ കരോളിന് പോയി. കരോളിന് പോയിട്ട് ഇവർ ചെയ്ത കാര്യം, ഇവർ കരോളിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ നമുക്ക് വീടുകൾക്ക് ചെല്ലുമ്പോൾ ഉണ്ണിയെ കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ ചെറിയ നേർച്ചയൊക്കെ തരും, അല്ലേ? കുറച്ച് കാശ് നൽകും. അത് ഇവരെന്ത് ചെയ്യുമെന്നറിയാവോ? ഇവർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അവരാ കാശ് ഇവർ കയ്യിൽ സ്വീകരിച്ചിട്ട് ഇവർ ചെയ്യാൻ പോകുന്ന, ഇവർ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്രിസ്മസിന് നമ്മൾ കിട്ടുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യങ്ങളാണ് ചെയ്തത്. ഇവരുള്ളവരെല്ലാം 10ാം ക്ലാസ്സിൽ, കൂടുതൽ ആളുകളും 10ൽ താഴെയുള്ളവരല്ലേ? +1കാരുണ്ട്, ബാക്കി കൂടുതൽ ആളുകളും 10ൽ താഴെയുള്ളവരാണ്. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ചെയ്ത ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ, ഒരാളോട് തന്നെ ചോദിക്കാം, ഇവനോട് ചോദിക്കാം, എങ്ങനെ സഹോദരനോട് ചോദിക്കാം, ഇതെങ്ങനെയായിരുന്നു ചെയ്ത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ കിട്ടിയ കാശ് ഇങ്ങനെ ഒരു കൊടുക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായത്? അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. തുടക്കം തൊട്ടേ മീൻസ് ആഗ്രഹം ഉണ്ടായിരുന്നു. കരോള് പോയി കിട്ടണ പൈസ എപ്പോഴെങ്കിലും ഒന്ന് എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് ചെയ്യണം, നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം കിട്ടി, ഒരു സാഹചര്യം കിട്ടിയപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ആദ്യം പറഞ്ഞ ആരെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യം ഞാൻ ഇത് അനാഥാലയത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലായിരുന്നു ശരിക്കും. ഇല്ല. അപ്പൊ ആരാ പറഞ്ഞത് ആദ്യം? നിങ്ങളിൽ ആരാദ്യം പറഞ്ഞത്? ആരാ പറഞ്ഞേ? നീയാണോ പറഞ്ഞത്? മിടുക്കൻ. ഇവനാണ് ആദ്യം. ആദിത്യൻ്റെ പേര് ആദിത്യനാണ് ഇവരുടെ ഗ്രൂപ്പിൽ ആദ്യം പറഞ്ഞു നമുക്കെന്നാൽ അനാഥാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതിന് പറഞ്ഞപ്പോൾ, അത് പ്രിയപ്പെട്ട സഹോസ് അവൻ പറഞ്ഞപ്പോൾ എന്നുള്ളൂ, ബാക്കി സഹോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞില്ല എന്നാൽ പിന്നെ നമുക്ക് വേണം ഫുഡ് അടിക്കാം, അല്ല സാധനം മേടിക്കാം, വസ്ത്രം മേടിക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. ഇവരെല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ് ഇവരെല്ലാം സ്വീകരിച്ച്. അപ്പോൾ അങ്ങനെ ഇവർ ഈ ദിവസങ്ങളിൽ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടിയ, അല്ല ഈ കരോളിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണല്ലേ? എവിടെ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? തൃക്കായൂർ കുട്ടികളുടെ ഒരു അനാഥാലയമുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. നല്ല കാര്യമാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവർക്കും മാതൃകയാണ്, അല്ല വർഗീസ്? അതെ. അപ്പം കുട്ടികൾക്ക് തന്നെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടായേ? നിങ്ങളെപ്പോലെ ഉള്ളവരെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. വെരി ഗുഡ്. നമുക്ക് വളരെ ഒരു പ്രചോദനമാണല്ലേ? അതെ, തീർച്ചയായും. സമൂഹത്തിന്, ലോകത്തിന് തന്നെ ഒരു പ്രചോദനം. അതെ. അപ്പോൾ ഈ പ്രദേശത്ത് നമ്മുടെ വാരപ്പെട്ടിയിലെ പിള്ളേരെ സഹോസ് നിങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ലോകം മുഴുവനെത്തും കേട്ടോ. അങ്ങനെ നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ് ഇനി ലോകം മാറ്റാൻ പോകുന്നത്. നിങ്ങളിലുള്ള നന്മയാണ് ലോകത്തിന് നന്മ, അല്ലേ? അപ്പോൾ നിങ്ങൾ ചെറിയൊരു കാര്യം ഇന്ന് ചെയ്തു, നാളെ ഈ കുട്ടികൾ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ കാശും ദൂർത്തടിക്കാതെ ഇങ്ങനെ നന്മയുടെ സ്നേഹത്തിൻ്റെയും വക്താക്കളായിട്ട് മാറണം, അല്ലേ? അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ലോകത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മാതൃകയാണ്. അപ്പോൾ ക്രിസ്തുമസ് ആഘോഷിച്ചു എന്നതിൻ്റെ ഏറ്റവും ദൈവം സന്തോഷിക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ പ്രവൃത്തി ചെയ്തപ്പോഴാണ്. കുറച്ച് പടക്കം പൊട്ടിച്ചപ്പോഴല്ല, കുറച്ച് കേക്കുണ്ടാക്കിയപ്പോഴല്ല, പക്ഷേ നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്തപ്പോഴാണ്, അതൊരു മനുഷ്യ പ്രയോജനമായപ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. അപ്പം നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ഞാൻ പറയാണ്,
ഇവരെല്ലാവരും നല്ല മക്കളാണ്. അതുപോലെ തന്നെ ഇവരുടെ പേരൻസിനോട് പറയാണ് ഒരു ഇവരെല്ലാം നല്ല ഭാവിയിൽ വലിയ ഭാവിയുള്ളവരാണ്, നല്ല മനുഷ്യരായിട്ട് മാറും. ഇവിടെ ചേട്ടനൊക്കെ ഉണ്ട്, ഓരോരുത്തരുണ്ട്. അപ്പോൾ ഒത്തിരി നന്മയുള്ളൊരു സ്ഥലത്താണ് ഞാൻ. അന്നത്തെ കാര്യം ഇവിടെ നല്ലൊരു സ്ഥലം, നല്ല ശാന്തമായൊരു സ്ഥലം, ഒത്തിരി നന്മയുള്ളൊരു സ്ഥലം. പിന്നെ ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. പട്ടി പോയോ? ജിബ്രൂട്ടൻ. ഇത് അതിനെക്കുറിച്ച് കൂടെ പറയാം. അതിനെക്കുറിച്ച് കൂടെ പറഞ്ഞേ. അത് പിന്നെ ഒരു ദിവസം കുട്ടിക്കാലം തൊട്ടേ അത് ഇവിടെ ഉള്ളതാണ്. അപ്പം കിട്ടിയപ്പോൾ അതിനെ എല്ലാവരും കൂടെ വളർത്തി. ഇപ്പോൾ ഈ കൂടെ എല്ലാം ഇങ്ങനെ പോകും. പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ ഒപ്പം വന്ന് പോയി വരും. അവിടം വരെ വരും. ബസ്സിൻ്റെ അടുത്ത് വരും. അല്ല, ഞങ്ങളുടെ സ്കൂൾ ഇവിടെ അടുത്താണ്. അവിടെ ഇപ്പോൾ അവിടം വരെ ഞങ്ങൾ നടന്നു പോകണം. അപ്പം നടന്ന് ഞങ്ങളുടെ ഒപ്പം വരും. എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ സ്കൂളിൽ ചെന്ന് അവിടെ കുറച്ച് നേരം നിൽക്കും. അപ്പം എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വരും, ഇങ്ങോട്ടേക്ക് തന്നെ വരും. നിങ്ങൾ സ്കൂളിൽ കയറി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടക്കും. അത് നടന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വരും. ശരി. ആയിട്ട് നിങ്ങൾ കൂടെ ഇപ്പൊ കളിക്കും അല്ലേ? അപ്പൊ ഇത്രയും കുട്ടികളുടെ നോക്കുന്നൊരു അല്ലേ കൂടെ തന്നെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോസ്, നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ന്യൂ ഇയറിൻ്റെയും മംഗളങ്ങൾ. ഇങ്ങനെ ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്യണം കേട്ടോ. എല്ലാവരും മിടുക്കന്മാരായിട്ട് മാറണം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ അല്ലേ? അതെ അതെ, അങ്ങനെ തന്നെ. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും. എല്ലാവരും മിടുക്കന്മാരായി മാറണം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു അവസരം നൽകിയതിനൊക്കെ നന്ദി പറയുന്നു. ഈ സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ. മിടുക്കന്മാരാകുക, ശാന്തമായ സ്ഥലം. അപ്പോൾ പ്രിയപ്പെട്ട സഹോസ്, നമുക്കിവിടെ അവസാനിപ്പിക്കാം. അധികം നേരമൊന്നും എടുത്തില്ല. നോക്കി, ഈ കുഞ്ഞുങ്ങളുടെ ഈ സഹോസിൻ്റെ മുഖത്തേക്ക് നോക്കി. നിഷ്കളങ്കതയുണ്ട്, നന്മയുണ്ട്, സ്നേഹമുണ്ട്. അവരുടെ ആ പ്രവൃത്തി, അതെ, അവരുടെ ആ പ്രവൃത്തി ഒത്തിരി മനുഷ്യർക്ക്, നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. ഇങ്ങനെ കിട്ടുന്ന കാശ് ഇങ്ങനെ പടക്കം പൊട്ടിച്ച് കളഞ്ഞ് ആഘോഷിച്ച് കളയുന്നതിന് ഭേദം ഈ കുട്ടികൾ അവർ കിട്ടുന്ന ആ തുക ഒരു അനാഥാലയത്തിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ അനാഥാലയത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു. മറക്കരുത്, വിലപ്പുറമുള്ളവരാണ് നമ്മുടെ ശക്തിയും ബലവും. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഹായ് സഹോ പറഞ്ഞാലോ? ഹായ് സഹോ.